നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ IT കമ്പനിയായ ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള TCSലേക്കുള്ള 2 റിക്രൂട്ട്മെന്റുകൾ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഓർക്കുക, അതിലൊരു റിക്രൂട്ട്മെന്റ് നിങ്ങൾ അപേക്ഷ കാത്തിരിക്കുകയൊന്നും വേണ്ട. ഡയറക്റ്റ് TCS കൊച്ചിയിലേക്ക് വോക്ക് ഇൻ ചെയ്ത് എത്താവുന്ന അവസരങ്ങളാണ്. ഓർക്കുക, ഈ 2 റിക്രൂട്ട്മെന്റുകളുമായിട്ട് മിക്കവാറും എല്ലാ ഡിഗ്രിക്കാർക്കും, എഞ്ചിനീയേഴ്സ് മുതൽ നോൺ എഞ്ചിനീയേഴ്സ് വരെ എല്ലാ ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. അതും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല, 2026 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്ക് വരെ അവസരങ്ങളുണ്ട്. ഇതാ നോക്കുക, TCSന്റെ HR ടീമിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ നോട്ടിഫിക്കേഷൻ. ഇത് TCSന്റെ BPS ഡിവിഷനിലേക്കുള്ള ഒരു റിക്രൂട്ട്മെൻറ്റാണ്. അപേക്ഷ കാത്തിരിക്കേണ്ട, TCS കൊച്ചിയിലേക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഇത് ഫ്രഷേഴ്സിനും 6 മാസത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ബാക്ക് ഓഫീസ് ഓപ്പറേഷൻസ്, ഡേറ്റ പ്രോസസ്സിംഗ്, ട്രാൻസാക്ഷൻസ്, ഈ ജോലികളിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ഇതിൻ്റെ വോക്ക് ഇൻ ഇൻ്റർവ്യൂ 5-ാം തീയതി മാർച്ച്, അതായത് തേഴ്സ്ഡേ വ്യാഴാഴ്ച TCS കൊച്ചിയിലേക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ആർക്കായിരിക്കും ഈ ഒരു ആദ്യത്തെ അവസരം ലഭ്യമായിരിക്കുന്നത്? എല്ലാ ഡിഗ്രിക്കാർക്കും പറ്റും. ഇവിടെ നൽകിയിരിക്കുന്നത് BCom, BA, BBA, അതല്ലെങ്കിൽ BSCക്കാർക്കും കമ്പ്യൂട്ടർ സയൻസ്, IT ഈ 2 ബ്രാഞ്ച് ഒഴികെ ബാക്കി BSCക്കാർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അപ്പം BCom, BA, BBA, BSCക്കാർക്കൊക്കെ ആയിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അത് 2024-ലും 2025-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവരായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഒരവസരം കൂടെ സൂചിപ്പിക്കാം. അവിടെ 26കാർക്ക് വരെ അവസരങ്ങളുണ്ട്, എഞ്ചിനീയേഴ്സിനും അവസരങ്ങളുണ്ട്. അത് ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് ഓർക്കുക. സെലക്ഷൻ എങ്ങനെയായിരിക്കും? ഈ 5-ാം തീയതി അവർ ഒരു ആപ്റ്റ്യൂഡ് ടെസ്റ്റ് നടത്തും. അതേപോലെ അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻ്റർവ്യൂവിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഈ വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ കയ്യിൽ കരുതണം? ആധാർ കാർഡ്, അതേപോലെ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമെ, അതുപോലെ അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ്, മാർക്ക് ലിസ്റ്റ്, അത് ഒറിജിനലും സ്കാൻഡ് കോപ്പിയും കയ്യിൽ കരുതണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം TCSൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിൽ പോകണം. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ നൽകിയേക്കാം. അവിടെ പോയിട്ട് ആദ്യം നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം വീണ്ടും ലോഗിൻ ചെയ്ത് BPS കാറ്റഗറി ഓപ്റ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു DT പ്രൊഫൈൽ കിട്ടും, DT നമ്പരൊക്കെ കിട്ടും. അപ്പോൾ അതുമൊക്കെ ആയിട്ട് വേണം ഈ വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ. ഇനിയും TCSലെ 2ാമത്തെ അവസരം കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഇത് NQT ആണ്, അതായത് നാഷണൽ ക്വാളിഫയർ ടെസ്റ്റാണ്. 2024-ലും 2025-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർ മാത്രമല്ല, 2026-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. വളരെ മികച്ച പേ പാക്കേജാണ്. ഏതാണ്ട് 12.26 lakhs പെർ ആനം വരെ ശമ്പളമുള്ള അവസരങ്ങൾ ഇവിടെ ലഭ്യമാണ്. TCS പ്രൈം, ഡിജിറ്റൽ, നിഞ്ഞ ഈ 3 പ്രൊഫൈലുകളിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. BTech, അതേപോലെ ME MTechക്കാരുണ്ട്, MCAക്കാരുണ്ട്, അതുപോലെ MSc MSകാർക്ക് ഇതിൽ പങ്കെടുക്കാം. അവർക്ക് 2024-ലും 2025-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർ മാത്രമല്ല, 2026-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 20-ാം തീയതി മാർച്ചാണ്. അപ്പോൾ ഈ റിക്രൂട്ട്മെന്റ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് jobsbridge.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം. അവിടെ പോയിട്ട് TCS എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ബയോയിൽ ജോബ് അപ്ഡേറ്റ്സ് എന്ന പേരിൽ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പ് നൽകിയിട്ടുണ്ട്. അവിടെയും ഇതിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ലിങ്ക് നൽകുന്നുണ്ട്. അപ്പം വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.